സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം ശ്രീ ഭാർഗവ് റാം, ഈ ഗംഗേശാനന്ദ സ്വാമിയുമായി ഹിന്ദു ഐക്യവേദിക്കുള്ള ബന്ധം എന്താണ്? ഹിന്ദു ഐക്യവേദിയുമായോ വിവിധ ഹിന്ദു ഹൈന്ദവ സംഘടനകളുമായിട്ടോ ഇതുവരെയായിട്ടും ഗംഗേശാനന്ദ എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആകെ എടുത്തു കാണിക്കുന്ന ഒരു ചിത്രത്തിലൂടെ മാത്രമാണ് ഇങ്ങനൊരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ഉദ്ദേശം ഒരു 7 ആണോ 9 ആണോ ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ളൊരു ഫോട്ടോയാണ് ആ ഫോട്ടോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന ഒരു സംഘത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അന്ന് മാധ്യമങ്ങളുടെ തന്നെ ഇഷ്ടപ്പെട്ട മാധ്യമ മൂല്യമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കണ്ണമൂല ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ജന്മഗൃഹത്തിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിൻ്റെ മുന്നണിയിൽ നിന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്ന് നീക്കം നടത്തിയപ്പോൾ അതിനെതിരെ ഹിന്ദു ഐക്യവേദിക്കൊപ്പം ഈ സമരം സംഘടിപ്പിച്ച വ്യക്തിയായിരുന്നു ഈ ഗംഗേശാനന്ദ സ്വാമി. 2010 ഇതൊക്കെ എല്ലാവരും അറിഞ്ഞ വാർത്ത തന്നെയാണ്. 2010 മലബാറിലെ 120 ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ നടന്ന സമരത്തിന് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി. ശരി, അത് 7 വർഷം മുമ്പ് 10 വർഷം മുമ്പ് സമ്മതിച്ചു. അതിനു മുമ്പ് അദ്ദേഹം വിവിധ സംഘടനകളുടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മയുടെ തീരുമാനം അനുസരിച്ച് തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ ഇദ്ദേഹം ഒരു മഠത്തിന്റെ അന്നത്തെ പ്രതിനിധിയായിരുന്നു. ഇദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട മഠത്തിന്റെ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും ബോധ്യപ്പെട്ടില്ല. കുഴപ്പം കാണിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു സംരക്ഷണവും കൊടുക്കുന്നില്ല. കേരളത്തിലെ സഭാ നേതൃത്വം സംരക്ഷിച്ചതുപോലെ CPIM കേന്ദ്രം സംരക്ഷിച്ച പോലെയുള്ള തീരുമാനമൊന്നും ഞങ്ങൾക്കില്ല. ഗംഗേശാനന്ദ സ്വാമി 7 വർഷങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു? ഗംഗേശാനന്ദ സ്വാമി 7 വർഷങ്ങൾക്ക് സ്വാമിയായിരുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ താങ്കൾ ഈ പറയുന്ന തട്ടിപ്പുകാരൻ എന്ന് കണ്ടെത്തിയത് പിന്നീടാണല്ലോ. അതിനു മുമ്പ് ഈ സ്വാമി കാഷായ വേഷം ധരിക്കും മുമ്പ് അയാൾ ആരായിരുന്നു? അല്ല, അക്കാര്യത്തെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അക്കാര്യം അറിയണ്ടേ? നിങ്ങൾ ഒന്നിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കൊപ്പം സമരത്തിന് മുന്നിട്ട് നടക്കുമ്പോൾ അതറിയണ്ടേ ആരാണ് അയാളെന്ന്? ആരാണ് അയാളെന്ന്? കാഷായ വസ്ത്രം ധരിച്ചാൽ കൂടെ കൂട്ടാവുന്ന ആളെന്ന് നിങ്ങൾ എങ്ങനെ കരുതും? കാഷായ വസ്ത്രം ധരിക്കുന്നത് കൂടെ കൂട്ടാനുള്ള ഒരു വഴിയാണെന്ന് അയാൾ കരുതുന്നു. അത് തന്നെയാണ് നിങ്ങളും കരുതുന്നത്. കാഷായ വസ്ത്രം ധരിക്കുന്നവരെയൊക്കെ കൂടെ കൂട്ടാം, അതാണ് നിങ്ങൾ കരുതുന്നത്. അങ്ങനെയല്ല, കാഷായം ധരിക്കുന്ന എല്ലാവരും എന്നല്ല. അന്ന് അദ്ദേഹം ഒരു മഠത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്. കേരളത്തിലെ എണ്ണം പറഞ്ഞൊരു മഠത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. സിലാസ് ഷൈൻ, ഈ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ വർഷങ്ങളിൽ 7 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടമാണ്. അയാൾ നല്ല വ്യക്തിയായിരുന്നു എന്ന നിലയ്ക്കുള്ള ഹിന്ദു ഐക്യവേദിയുടെ ന്യായീകരണം അതിനെ എത്രത്തോളം മുഖവരിക്കെടുക്കാൻ സാധിക്കും? ഇതൊരു ഹിന്ദു സന്യാസി ചെയ്തു എന്നത് ഫോക്കസ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലാണോ ഇത്തരം ഫോക്കസുകൾ ഉണ്ടാകേണ്ടത് എന്നെനിക്ക് സംശയമുണ്ട് സ്മൃതി, ഇത്തരം വിഷയങ്ങളിൽ. കാരണം ഒരു ഹിന്ദു സന്യാസി ആയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഒരു അധികാരം അയാളുടെ കയ്യിലുണ്ടായിരുന്നു, അല്ലാതെ തന്നെ അധികാരം. അങ്ങനെയല്ല, സന്യാസി എന്ന പദത്തിന് എന്താണ് അർത്ഥം എന്നുള്ളതും പ്രധാനമല്ലേ? സന്യാസി ആയിരിക്കുക, അതേസമയം അത് മറ്റു കാര്യങ്ങൾ നടപ്പാക്കാനുള്ള, നിയമവിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ നടത്താനുള്ള ഒരു ഉപാധിയാക്കി അയാൾ കാഷായ വസ്ത്രത്തെ കണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയാതെ അയാളെ കൂടെ കൂട്ടുന്നു. അയാൾക്ക് എല്ലാത്തിനും കൃത്യമായി എങ്ങനെ കണ്ടു എന്നുള്ളതിനേക്കാളും അയാളൊരു ആണ് എന്നുള്ള നിലയിൽ അയാളുടെ ആണധികാരം എന്നുള്ളതിനെ ആണ് എന്നുള്ളതിൽ ഊന്നേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സ്മൃതി എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എന്തിനാണ് ഇത്തരം നിമിഷങ്ങളിൽ നമ്മൾ സന്യാസിമാർ എന്ന് മാത്രം ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ് ഇത്തരം നിമിഷങ്ങളിൽ ചർച്ചകളെ? അങ്ങനെ ചുരുക്കി കാണുകയില്ല, പക്ഷെ അത് പ്രധാനം തന്നെയല്ലേ? കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ നിലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, അതൊരു മറയാക്കി കൊണ്ട് നടക്കുന്നുവെങ്കിൽ അത് പ്രധാനം തന്നെയല്ലേ? മറ്റേത് പൊതുവായി ചർച്ച ചെയ്യാവുന്ന വിഷയം തന്നെയാണ്. ഒരു ആണധികാരം, ആണിന്റെ അഹന്തക്കേറ്റ അടിയാണ് ഇന്ന് ഞങ്ങൾ സ്ത്രീകളെല്ലാം തന്നെ അഭിമാനിക്കുന്ന നിമിഷമായി ഈ വിഷയത്തെ കാണുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ വിഷയത്തിൽ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം, മുഖ്യമന്ത്രി അടക്കം ധീരമായ നടപടി, ഉദാത്തമായ നടപടി എന്ന് പറയുന്ന ഘടകങ്ങൾ എല്ലാം ഉണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ കാഷായ വസ്ത്രം ഇതിനുള്ളൊരു ഉപാധിയാണെന്നുള്ളത് പ്രധാനം തന്നെയല്ലേ?
കാഷായ വസ്ത്രം വളരെ പ്രധാനമാണ് എന്നത് മാത്രമല്ല, കാഷായ വസ്ത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം കേരളത്തിൽ നമ്മളെടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? കേരളത്തിലൊരു സർക്കാർ അധികാരത്തിൽ വന്നു, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തത്? ഈ കുട്ടിയുടെ വീട്ടിൽ എങ്ങനെയാണ് ഈ സന്യാസി എങ്ങനെയാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നത്? ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ഈ സന്യാസി എന്ന് പറയുന്ന കാവ്യ വേഷമിട്ട ഒരാൾക്ക് എങ്ങനെയാണ് പ്രവേശനം കിട്ടിയത്? കേരളത്തിലെ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ധീരമായ നടപടിയെടുക്കാൻ കേരളത്തിലെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് പ്രിയപ്പെട്ട ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സന്യാസ ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമ്മളുടെ മുന്നിൽ കണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയും ഒരു പ്രത്യേക സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേകമായി മാത്രം വളരെ വളരെ പ്രത്യേകമായി ഒരു സന്യാസി എന്നുള്ള ഒരു കൊട്ടേഷനിലേക്ക് അങ്ങനെ എന്തിനാണ് എനിക്ക് സംശയമുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് വരുമ്പോൾ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഈ സമരരംഗത്ത് ഇറങ്ങിയത്, സമരരംഗത്തെ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചത്, അതിനുശേഷം ഈ കുട്ടിയുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിച്ചത്, ആ വഴികളിലേക്കൊക്കെ കടന്നു പോകേണ്ടതല്ലേ ലാസർ ഷൈൻ? ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് എങ്ങനെ ചർച്ച ചെയ്യാനാകും? നമുക്ക് അതിലേക്കൊക്കെ വരാം, പക്ഷെ ഇതും പ്രധാനമല്ലേ? സ്മൃതി, എന്റെയും സംശയം ഇതാണ്. ഒരു റേപ്പ് പോലെയുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സംസാരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചുരുക്കി കാണാൻ പറ്റുക? ഇങ്ങനെയൊക്കെ നമുക്ക് ചുരുക്കി എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ചുരുക്കി സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീമതി പി ഗീത, ഇതൊരു ചുരുക്കി കാണലാണോ? ഒരു വഴിയിലൂടെ കടന്നു പോകുന്നു, വിശാലമായ ചർച്ചയിലേക്ക് പോവുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഇയാൾ പീഡനത്തിനുള്ള ഒരു ആയുധമായി കണ്ടത് ഈ കാഷായ വസ്ത്രമാണ് എന്നുള്ളത് പ്രധാനം തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു അതിനെ പലതരത്തിൽ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞതുപോലെ 7 കൊല്ലം മുമ്പ് ഇദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ പീഡിപ്പിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ആ കുട്ടിയുടെ വീട്ടിലേക്ക് എന്തിൻ്റെ പേരിലാണ്, ലാസർ ഷൈൻ സൂചിപ്പിച്ചൊരു വിഷയം വളരെ പ്രധാനമാണ്, എന്തിൻ്റെ പേരിലാണ് ഒരു വീടിനുള്ളിലേക്ക് ഇതുപോലത്തെ ഒരാൾക്ക് എൻട്രി കിട്ടുന്നത്? ആ എൻട്രി ഇത്രയും വർഷങ്ങൾ തുടർച്ചയായിട്ടുള്ളൊരു പീഡനത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടിയെ തുടർച്ചയായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതനായിട്ട് അയാളിരിക്കുന്നു. അവിടെയാണ് കാഷായ വസ്ത്രത്തിൻ്റെ പ്രശ്നം വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ, ഈ വസ്ത്രം ധരിക്കാത്ത ഒരാളായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനു മുമ്പ് വെളിപ്പെടുമായിരുന്നു. അതിന് പകരം ഈ വസ്ത്രം അദ്ദേഹത്തിന് ഒരു മറയായിട്ട് പ്രവർത്തിച്ചു ഫലത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കോലഞ്ചേരിയിൽ ദൈവസഹായം എന്നൊരു ഹോട്ടൽ നടത്തി, അതിൽ തട്ടിപ്പ് നടത്തി, കടം വന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പല സ്ഥലത്തുമായുള്ള ഇതുപോലെ ഹോട്ടൽ നടത്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ തട്ടിപ്പ് നടത്തി കഴിഞ്ഞ് പിന്നീട് സന്യാസിയായി കഴിഞ്ഞാൽ ഇയാളോട് പണം ചോദിക്കുകയില്ലല്ലോ. ആ രീതിയിൽ അയാൾ അതൊരു ആയുധമായി കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് അയാൾ പന്മന ആശ്രമത്തിൽ എത്തുന്നത്. ആശ്രമത്തിൽ നിന്ന് മറ്റൊരു കേസിൽ ഇതുമായി ഈ രീതിയിലുള്ള മറ്റൊരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ് അയാൾ പുറത്തായതെന്ന് അറിയുന്നു. അതിനുശേഷവും ആശ്രമവുമായി അയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് ഉള്ള മറുപടികൾ ശ്രീ ഗിരീഷ് കുമാർ നൽകുമെന്ന് കരുതാം. അതാണ് ഞാൻ പറഞ്ഞത്. കാഷായം എന്നുള്ളത് അയാൾ ഒരു ആയുധമായി, ഒരു മറയായി കൊണ്ടു നടന്നു. അതുവഴി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തി എന്നുള്ളത് അത് പ്രധാനം തന്നെയല്ലേ? അങ്ങനെയുള്ളവർക്ക് സ്വീകാര്യത ലഭിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, ആ സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളതും പ്രധാനമല്ലേ? അവിടെയാണ് ഹിന്ദു ഐക്യവേദി വിചാരണ ചെയ്യപ്പെടുന്നത്. ആ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് സ്വീകാര്യനാവുന്നു എന്നുള്ളടുത്ത് താങ്കളിലേക്ക് വരാം. ശ്രീമതി പി ഗീത തുടരാം. അല്ലല്ല, എനിക്കതിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പള്ളിയിലച്ചന്മാർ ഇത്തരത്തിൽ തങ്ങളുടെ ലോഹയുടെ ബലത്തിൽ അതിനുള്ളിൽ കയറി കൂടുന്നു, ഉസ്താദുമാർ ഇത്തരത്തിൽ കയറി കൂടുന്നു, മന്ത്രിമാർ അവരുടെ അധികാര പദവി വെച്ചിട്ട് ചെയ്യുന്നു, അതുപോലെ നിയമജ്ഞർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുന്നു, പോലീസുകാർ അവരുടെ കാക്കിക്കുള്ളിൽ വെച്ച് ചെയ്യുന്നു. ഒരു പുരുഷന് ഇത്തരത്തിലുള്ള ഒരു പീഡനം ചെയ്യാൻ അയാൾ സ്വീകരിക്കുന്ന ഏതു വസ്ത്രവും മറയായി മാറുന്ന അത്ര പുരുഷാധികാരപരമായിട്ടുള്ള ഒരു സാമൂഹിക സാംസ്കാരിക ചുറ്റുപാട് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇതൊരു അധികാര കേന്ദ്രമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഹിന്ദു ഐക്യവേദി പോലെയുള്ള ഒരു സംഗതി അയാളെ തള്ളി പറയുക തന്നെ വേണം. അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇദ്ദേഹം ഉടുത്തതുപോലെയുള്ള കാവ്യ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് മറ്റൊരു ഇമേജ് നൽകിക്കൊണ്ട്, വിശ്വാസം ആർജിച്ചുകൊണ്ട്, ഇഷ്ടം കാണിച്ചുകൊണ്ട്
സുരക്ഷ ഉറപ്പാക്കുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് ഒരു ടൈമിംഗ് പ്രോസസ്സിലൂടെയാണ് ഈ പീഡനം ആ വീട്ടിനുള്ളിൽ നടക്കുന്നത്. കയറിയിട്ടുള്ള ഒരൊറ്റ അറ്റാക്ക് അല്ലാതെ, ഓടി വന്നിട്ട് ചെയ്യുന്ന ബലാത്സംഗമല്ല, ഗോവിന്ദസ്വാമി ചെയ്തതുപോലെയുള്ളൊരു ബലാത്സംഗമല്ല അത്. മറിച്ച് വർഷങ്ങളായിട്ട് ആ പരിചയം മുതലെടുത്തുകൊണ്ട് അത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുണ്ടായിട്ടുള്ള ഒരു പീഡനമാണത്. അതിനുള്ള ഒരു ആത്യന്തികമായിട്ടുള്ള അവസാനം എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി ഹിംസാത്മകമായിട്ടുള്ള ഒരു മാർഗത്തിലെത്തുന്നത്. 23 വയസ്സെന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്തൊരു കുട്ടിയാണ്. അത്തരം ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇനി മേലാൽ പെൺകുട്ടികൾ ഛേദിക്കുന്ന ലിംഗങ്ങൾ നിങ്ങൾ തുന്നിക്കൂട്ടരുത്. അത് വളരെ പ്രത്യേകമായിട്ട് സർക്കാരിൻ്റെ മുൻകൈയിൽ ഇവിടെ പേരും വിലാസവും പ്രായവും എഴുതിയിട്ട് പ്രദർശനത്തിന് വെക്കണം. വർഷങ്ങളോളം അതിവിടെ സൂക്ഷിച്ചു വെക്കണം. ഞാനതൊരു ഫലിതം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരു പെണ്ണിന് അരോചകമായി തീർന്നത്, ഒരു പെണ്ണിന് അരക്ഷിതമായി തീർന്നത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുന്ന രീതിയാണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ വളരെയധികം വൈകാരികമായിട്ട് കാണുന്നതോടൊപ്പം തന്നെ ഇത് ചരിത്രപരമായിട്ടുള്ളൊരു നിമിഷമാണ്. അതുകൊണ്ട് ഇത് സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ ലിംഗം ഇവിടെ തുന്നിച്ചേർക്കപ്പെടരുത്. ഇതിവിടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യം. അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പന്മന ആശ്രമം ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഗിരീഷ് കുമാർ, പന്മന ആശ്രമവുമായി ഗംഗേശാനന്ദ സ്വാമിക്കുള്ള ബന്ധം എന്താണ്? 10-14 വർഷത്തിന് മുമ്പ് സ്വാമി അവിടെ, ഹരിസ്വാമി അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഹരിസ്വാമി ആയിരുന്നില്ല. എത്ര വർഷം മുൻപ് ശ്രീ ഗിരീഷ് കുമാർ ഒന്നുകൂടി ആവർത്തിക്കാമോ? എത്ര വർഷം മുൻപ്? 10-14 വർഷം. 2002 എന്റെ ഓർമ്മ. അദ്ദേഹം അവിടെ നിന്ന് വിടുന്നത് ഞാൻ സെക്രട്ടറി ആവുന്നതിന് മുമ്പായിരിക്കണം. ഇതിപ്പോ പെട്ടെന്ന് വന്ന ഇഷ്യൂ ഉണ്ട്, എനിക്ക് ഡേറ്റ് അറിയില്ല. എന്തിനാണ് അയാളെ പുറത്താക്കിയത്? ആശ്രമത്തിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല. അദ്ദേഹം സ്വമേധയാ ബിസിനസ് തുടങ്ങാനായിട്ട് പോയിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. സ്വാമി ബിസിനസ് നടത്താൻ പോയി. എന്തോ ഹോട്ടൽ ബിസിനസ് ഒക്കെ ആയിട്ടാണ് പുള്ളി പോയിരുന്നത്. ആദ്യം ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. ഹോട്ടൽ ബിസിനസിന് ശേഷമാണ് സ്വാമി ആയി എത്തുകയും ചെയ്തത്. അല്ല, അങ്ങനല്ല. പുള്ളി അവിടെ ഒരു പരികർമ്മിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങുന്നു എന്നൊക്കെ കേട്ടു. പുള്ളി പോവുകയാണ് ചെയ്തത്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് പന്മന ആശ്രമത്തിൽ അദ്ദേഹത്തെ കാണുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു സന്യാസമൊക്കെ സ്വീകരിച്ച് ഈ ഗംഗേശാനന്ദ എന്നുള്ള പേരിലാണ്. പിന്നെ പലപ്പോഴും അവിടെ വന്നു പോയിട്ടുണ്ടായിരുന്നു. 14 വർഷം മുമ്പ് പോയ വ്യക്തി, ആശ്രമം മഠാധിപതി ഇതൊക്കെ തള്ളിക്കൊണ്ട് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു മഠവുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഗംഗേശാനന്ദ തീർത്ഥപാദർ ഇപ്പോഴും പന്മന ആശ്രമത്തിലെ അന്തേവാസിയാണ്. പോലീസും പറയുന്നത് അങ്ങനെയാണ്. അല്ല, തീർച്ചയായിട്ടും അല്ല. നിങ്ങൾക്കത് പരിശോധിക്കാം. പന്മന ആശ്രമത്തിൽ അന്തേവാസി അല്ല അദ്ദേഹം. അവിടെ അദ്ദേഹത്തിന് മുറിയില്ല, അവിടെ താമസിക്കാറില്ല. വളരെ ക്ലിയർ ആണത്. MTS 210456 എന്ന നമ്പറിലുള്ള തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചറിയൽ കാർഡിൽ ചവറ നിയോജക മണ്ഡലത്തിലെ 16-ാം ബൂത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ സീരിയൽ നമ്പർ 983 നമ്പർ വോട്ടറാണ് ഇദ്ദേഹം. 14 വർഷം മുമ്പ് നിങ്ങൾ അവിടുന്ന് പോയാണോ? കേട്ടില്ല. ഒരു കാര്യം മാഡം ഒരു കാര്യം മനസ്സിലാക്കുക. ഇത്രയൊക്കെ ചെയ്ത ഒരാൾക്ക് ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടാൻ വലിയ കാര്യമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇതൊക്കെ കേട്ട സ്ഥിതിക്ക്. പിന്നെ പന്മന ആശ്രമത്തിലെ പണ്ടവിടെ താമസിച്ചിരുന്നത് വെച്ചിട്ടായിരിക്കാം എടുത്തത്. അല്ലാതെ അത് പന്മന ആശ്രമം ഇപ്പൊ ജനറൽ സെക്രട്ടറി ഞാനാണ്, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. പിന്നീട് കടന്നുകൂടി എന്നല്ല മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ആശ്രമത്തിൽ BLOയുടെ അജന്ത കുമാരി എന്നാണ് അവരുടെ പേരെന്ന് കേൾക്കുന്നു. അവരുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട സ്ലിപ്പ് സ്വാമിക്ക് നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് ആശ്രമത്തിൽ ആരാണ് കൊടുത്തേക്കുന്നത്? അവരാണ് കൊടുത്തിരിക്കുന്നത്, അജന്ത കുമാരി. അത് പന്മന ആശ്രമം എന്താണ് ചെയ്യേണ്ടത്? പന്മന ആശ്രമത്തിൽ അതിന് ബന്ധമില്ലല്ലോ മാഡം. എന്ത് ബേസിലാണ്? അവിടെ ഇല്ലാത്ത ഒരാൾക്ക് അവർ കൊടുത്തിരിക്കുകയാണ്. അത് പഴയ അഡ്രസ് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. പന്മന ആശ്രമമല്ലല്ലോ അതിന് ഉത്തരവാദി. വെറുതെ ആശ്രമത്തിനെ പിടിച്ചതിനകത്ത് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പന്മന ആശ്രമത്തിനെ ഇടാതിരിക്കുക എന്നുള്ളതാണ് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്. ആശ്രമത്തിനെ അങ്ങനെ ആ രീതിക്ക് കുറ്റപ്പെടുത്തുകയല്ല. ഇങ്ങനെ ഒരു കുറ്റവാസനയുള്ള വ്യക്തി ഈ കാഷായ വസ്ത്രം ധരിച്ച് ഇത്രയും വർഷം അവിടെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യമില്ലേ? അവിടെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കുറ്റവാളി ആയിരിക്കാം. തീർച്ചയായിട്ടും അത് പണിഷബിൾ ആണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ അത് അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പണിഷ് ചെയ്യണം. പന്മന ആശ്രമം 100% അതിന്റെ കൂടെ നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവരെ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും പന്മന ആശ്രമത്തിൽ അദ്ദേഹം വന്നു പോയിട്ടുണ്ടാവാം.
ഒരുപാട് പേര് ഒരുപാട് സന്യാസിമാരോട് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ അവിടെ താമസവും അല്ല അദ്ദേഹത്തിന്റെ മുറിയോ അങ്ങനെയൊന്നും അവിടെ ഇല്ല എന്തായാലും.